ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് PK ഫാംസ് പ്രൊജക്റ്റ് ആൻഡ് ഐഡിയാസ് എന്നുള്ളത്. അതായത് നമ്മൾ ഓരോ ഫാമുകൾ വിസിറ്റ് ചെയ്തിട്ട് ആ ഒരു ഫാമിൽ അവർ ചെയ്തേക്കുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അതാണ് ആ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എങ്ങനെയാകുമ്പോൾ പല ആൾക്കാർക്കും പുതുതായിട്ട് ഫാം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പല ഫാമുകൾ വിസിറ്റ് ചെയ്യാതെ തന്നെ നമ്മളെ വീഡിയോ കണ്ടാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു 3500 സ്ക്വയർ ഫീറ്റ് പുതുതായിട്ട്, അതായത് ഈ വർഷം തന്നെ പണിതിട്ടുള്ളൊരു ഫാമാണ്. പുതുതായിട്ടെന്ന് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇപ്പോൾ ഒരു ഫാം പണി എത്ര രൂപയാണ് ചിലവ് വരുന്നത് ചോദിക്കാറുണ്ട്. അപ്പം അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വർഷം തന്നെ പണിതിട്ടുള്ളൊരു പുതിയൊരു ഫാമിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഫാമിൽ പോയിട്ട് കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഒരു കാര്യം സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒരു ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഫാമിലേക്ക് പോകാം. ഇപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഫാം ഇതാണ്. ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. കാരണം ഒരു 3500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഷെഡാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സൈഡ് നെറ്റ് ഒരു ചെയിൻ ലിങ്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഷീറ്റ് നോക്കുകയാണെങ്കിൽ അതും വെറൈറ്റിയാണ്. സാധാരണ രീതിയിൽ നിന്നും ഒരു ട്രഫോൾഡ് ഷീറ്റിന് പകരം ടാറ്റയുടെ അലൂമിനിയം ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഗോപാലത്തിൻ്റെ ഫാമിലാണ്. സ്ഥലം പാപ്പളശ്ശേരിയില്ല, പാപ്പളശ്ശേരി വട്ടത്താണിയാണ്. അപ്പോൾ ഇത് ഈ ഒരു വർഷം പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു ഫാമാണ്. 3500 സ്ക്വയർ ഫീറ്റിലാണ് പറഞ്ഞത്. 3500 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ ജസ്റ്റ് എത്ര നിങ്ങൾക്ക് കോസ്റ്റ് ഒന്നൊന്ന് പറയാൻ പറ്റും? 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ മൊത്തത്തിൽ. അതായത് ഈ തീറ്റപ്പാത്രം വെള്ളപ്പാത്രം അടക്കം 6 ലക്ഷം രൂപ. പിന്നെ അതേപോലെ തന്നെ ഈ ഷീറ്റ് സാധാരണ രീതിയിൽ നമ്മൾ ചുവന്ന ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കാൻ എന്തെങ്കിലും കാരണം ചെലവ് ചുരുക്കാൻ അല്ലെങ്കിൽ ചെലവ് ചുരുക്കാനല്ല, ഇതാ സാധാരണ അടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അവര് പണിയെടുക്കുന്നവർ പറഞ്ഞു ഇതാണ് സാധാരണ അടിച്ചോണ്ടിരിക്കുന്നത്, ഇതാണ് നല്ലത്. ഇത് നമുക്ക് ഉള്ളിൽ ചൂടുണ്ടാവില്ല. ഉള്ളിൽ നിന്ന് ഷീറ്റിന് ചൂട് വലിച്ച് പുറത്തേക്ക് വിടും. അപ്പൊ അത് കാരണം ഇതാണ് ഏറ്റവും നല്ലത്. എല്ലായിടത്തും അടിക്കുന്നത് ഇത് തന്നെയാണെന്നും പറഞ്ഞു. അപ്പൊ ഇത് പെട്ടെന്ന് തുരുമ്പെടുത്തൂലേ? ഇല്ല, ഇത് പിന്നെ അത് ഇലയോ വല്ലോ ഒക്കെ തങ്ങി നിൽക്കുവാണെങ്കിൽ മാത്രമേ അങ്ങനെ നനവ് നിന്ന് അങ്ങനെ സംഭവിക്കുള്ളൂ. അതിനാൽ തന്നെ ഇങ്ങനത്തെ ഷീറ്റ് ഇടുമ്പോൾ ഞാൻ കണ്ടത് പല സ്ഥലത്തും ഈ കമ്പിയിട്ട് കെട്ടുന്നതാണ് ഈ ഷീറ്റ്. ഷീറ്റ് സ്ക്രൂ ചെയ്യുന്നില്ല. അതായത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാല് ഉള്ളില് ചൂടുണ്ടാവില്ല. എനിക്കൊന്നും ഫീലിങ്സ് ഉണ്ട്. കാരണം പുറത്ത് നല്ല ചൂട്, ഉള്ളില് കൂളിംഗ് പോലെ ഉണ്ടാവും. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് ഈ ഒരു ചൂടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡ് നെറ്റ് നിങ്ങൾ ഇവിടുന്ന് മേടിച്ചതാണ് അല്ലെങ്കിൽ കോയമ്പത്തൂരിന്, അതായത് ഒന്ന് ചളവ് കൊടുത്തിട്ട് അതിന്റെ ഏകദേശം പ്രൈസ് ഓർമ്മ ഉണ്ടോ? അതിന് 36,000 രൂപ നെറ്റിനായി. 36,000 രൂപ നെറ്റിന് വന്നു. 2,000 രൂപ വണ്ടിക്കൂലിയായി. അപ്പോൾ ഏകദേശം ഒരു 40,000 രൂപയുടെ ചോടെ, അതായത് 3000 സ്ക്വയർ ഫീറ്റിന്റെ ഷെഡിലേക്ക്. അത് മീനങ്ങാടിയിൽ വരും. മീനങ്ങാടി നമ്മൾ വണ്ടിക്ക് പിന്നെ കൊണ്ടുപോകും. അപ്പൊ മൊത്തം കവർ ചെയ്യാനുള്ളത് നമുക്ക് ഏകദേശം 38,000 രൂപക്ക് സംഭവം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു മറ്റുള്ള ഇതാണ് കുറച്ചും കൂടി കുറെ കമ്പിയൊക്കെ അഡീഷണൽ കൊടുക്കണേ. അതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു സൈഡ് നെറ്റിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ സീറ്റിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചൂട് പല ഫാമേഴ്സ് ഇപ്പം നേരിടുന്ന പ്രശ്നമാണ്. ചൂട് കാലത്ത്, വേനൽക്കാലത്ത് ഭയങ്കര ചൂടായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നത് ചൂട് ഫീലിങ്സേ ഇല്ല. ഇത് ടാറ്റയുടെ തോന്നുന്നുണ്ടല്ലേ? ചിലവ് എനിക്ക് തോന്നുന്നു ഏകദേശം സെയിമാന്ന് തോന്നുന്നുണ്ടല്ലേ? ഷീറ്റിനപ്പോൾ വരുന്ന കോസ്റ്റ് ഒരു ഷീറ്റിന് എത്ര വരുന്നുണ്ട് ഓർമ്മയില്ല. ഇതിന് അന്ന് 700 രൂപ. ഒരു ഷീറ്റിന് 700 രൂപ വരുന്നുണ്ടല്ലേ? എത്ര ലെങ്ത്? 12 അടിയാണോ? 14 അടി. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു സൈഡ് നെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം സൈഡ് നെറ്റ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ പല ഫാമേഴ്സും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് സൈഡ് നെറ്റിൻ്റെ കാര്യം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ട് ഫാം പണിയും. എന്നാൽ ഈ ഒരു സൈഡ് സേഫാക്കി വെക്കുക എന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചെയിൻ ലിങ്ക് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഒരുപാട് നമുക്കൊരു ഫ്രെയിമിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഫിറ്റിങ്സിനും വലിയൊരു പ്രശ്നങ്ങളില്ല. കാരണം 2 സൈഡും വലിച്ച് കെട്ടിയതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്ക്രൂ ചെയ്യേ വേണ്ടു. നമുക്ക് ഇതിൻ്റെ ഡോറ് കാണാം. അതിൻ്റെ ഡോറും ജസ്റ്റ് ഈ ചെയിൻ ലിങ്ക് ഉള്ളതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സേഫ്റ്റി ഈ ഒരു ചെയിൻ ലിങ്ക് ചെയ്യുമ്പോൾ ഉണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ തുരുമ്പെടുക്കുന്നൊരു കാര്യമില്ല. മറ്റേ നെറ്റുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1-2 വർഷം കഴിയുമ്പോൾ ഒന്ന് ആ ഒരു പൊടി അതേപോലെ തന്നെ വെള്ളമൊക്കെ നനഞ്ഞ് പെട്ടെന്ന് തന്നെ അത് തുരുമ്പെടുത്ത് പോകും. അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിൻ്റെ അകത്ത് കാണാനില്ല. അപ്പോൾ ഇത് നല്ലൊരു സിസ്റ്റം തന്നെയാണ്. പിന്നെ എന്ന് വെച്ചാൽ കോസ്റ്റ് നമുക്കറിയാം. മറ്റ് നെറ്റുകൾ ഉപയോഗിക്കും നമ്മൾ ഈ ഒരു ഹൈറ്റിൽ സാധാരണ രീതിയിൽ നെറ്റ് ഉപയോഗിക്കും. പിന്നെ നമ്മൾ നൈലോൺ നെറ്റാണ് ഉപയോഗിക്കാറ്.
ഇത് അങ്ങനെയല്ല, നമുക്ക് എത്രയാണ് അളവ് വേണ്ടത് ആ ഒരു അളവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അളവിൽ ഇത് അടിച്ച് കിട്ടും. അതാണ് ഈ ഒരു ചെയിൻ ലിങ്കിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു ചെയിൻ ലിങ്ക് ഇതെവിടെയാണ് കിട്ടുക, ഇതായിട്ട് എവിടെ നിന്നാണ് മേടിക്കുന്നത് കുറിച്ച് ആർക്കെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കമ്പനിയുടെ ഒരു ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ബ്രൂഡിങ്ങിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പല ആൾക്കാർക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ബ്രൂഡിങ് സമയത്ത് നമ്മൾ ബ്രൂഡിങ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എത്ര പൈസ മുടക്കിയിട്ടും കാര്യമില്ല, ആ ഒരു ബാച്ച് നമുക്ക് നഷ്ടത്തിലേക്ക് ചെന്നെത്തിക്കുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബ്രൂഡിങ്ങിന് നല്ല പ്രാധാന്യം തന്നെ ഇവരും കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ബ്രൂഡിങ്ങിന് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, എൻ്റെ പുറകിൽ കാണാം, വിറക് കത്തിച്ചുള്ള ആ ഒരു ബ്രൂഡർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 എണ്ണം വെച്ചിട്ടുണ്ട്. അതായത് 3500 കോഴികളുള്ളത് കൊണ്ട് തന്നെ 2 എണ്ണം അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പാരലായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ആ ഒരു 3-4 ദിവസം ചൂട് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇലക്ട്രിക് ബോർഡിങ്ങിന് പുറമെ ഇതും കൂടെ കൊടുക്കുന്നത്. ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ബ്രൂഡിങ് കറക്റ്റ് കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു വെറുതെ എങ്ങനെയെങ്കിലും വെക്കുകയല്ല ചെയ്തേക്കുന്നത്, വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അതിൻ്റെ പുക പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കോയിൽ കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ കൊടുത്തിട്ടില്ല എന്താ സംബന്ധിച്ചാൽ പുക ഷെഡിലാകെ പരക്കും, നമ്മുടെ ഷീറ്റൊക്കെ പെട്ടെന്ന് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ചില ആൾക്കാർക്ക് പറയാറുണ്ട് പുകയല്ല അത് ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. പക്ഷെങ്കിൽ സംഭവം നല്ലതാണ്, പക്ഷേ നമ്മുടെ ഷീറ്റ് പെട്ടെന്ന് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കോയിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇങ്ങനെ നേരെ കുത്തനെ വെക്കാതെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വിറക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ചൂട് കുറേ നേരം നിലനിർത്താൻ പറ്റും. മറ്റേ നേരെ സ്ട്രൈറ്റ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു തീ ആളി കത്തിയിട്ട് ചൂട് അവിടെ നിലനിൽക്കില്ല. അപ്പോൾ അതും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഡിയർ ഫാമേഴ്സ്, ഇവിടെ നമുക്കറിയാം പല ആൾക്കാരും പല പുതുതായിട്ടൊരു ഫാം പണിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു വീടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ഫാമിൽ ഭയങ്കര സ്മെല്ലാണ്, പ്രശ്നങ്ങളാണെന്നാണ്. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ ഇവർ ഡെയിലി ഇളക്കുകയും കാര്യങ്ങൾ വൃത്തിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ദഹന വ്യവസ്ഥയൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പരിചയപ്പെടുത്തിയിട്ടുള്ള ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു സിസ്റ്റമാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അതായത് PK ഫാംസ് നാച്ചുറൽ ഫാമിംഗ് എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ നിരവധി വീഡിയോകൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ദഹന വ്യവസ്ഥയൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത്, ഈ ഒരു ഗ്രോത്ത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറാണ് താഴെ കാണിക്കുന്നത്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു തന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലിറ്ററൊക്കെ കാണാം, നല്ല ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ കാപ്പിത്തൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ യാതൊരു സ്മെല്ലിന് കാരണമായിട്ടുന്ന യാതൊരു എന്താ പറയുക ഒരു ഈർപ്പോ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് സ്മെല്ലില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമോണിയയുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ കോഴികൾ നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇതും നിങ്ങൾക്ക് അനുവർത്തിക്കാൻ പറ്റുന്നൊരു മാതൃക തന്നെയാണ്. അതേപോലെ തന്നെ ഫ്രണ്ട്സ്, നമ്മളെ വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വയറിങ് ഇതേപോലെ തന്നെ പല ആൾക്കാരും അശ്രദ്ധയോടെ ചെയ്യുന്നൊരു കാര്യമാണ്. അത് ചിലപ്പോൾ ആ ഒരു ഫാമിൻ്റെ ഉടമയുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന സംഭവം നമ്മൾ നിരവധി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വയറിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഏകദേശം ഇത്രയും നീളത്തിൽ ഈ ഒരു ഷെഡിൽ എവിടെയും തന്നെ വയറ് അവിടെ ഇവിടെ തൂങ്ങിക്കെടുക്കില്ല. ആ ഒരു ബ്രൂഡറിൻ്റെ ആ ഒരു സെറ്റിങ്സ് മാത്രമേ ഇവിടെ തൂങ്ങിക്കെടുക്കുന്നുള്ളൂ. ബാക്കി ബൾബും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്വിച്ച് ബോർഡൊക്കെ വളരെ നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഈ ഒരു ഫാമിൽ നിന്നും ജസ്റ്റ് കോപ്പി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെ.